ഗുഡ് മോർണിംഗ് കേരളം അതിഥിയിലേക്ക് പോവുകയാണ്. കടൽ കടന്നെത്തിയ ഒരു കലാകാരനാണ് ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായി ചേരുന്നത്. ശ്രീ ബിനു ഗോപി ഡോക്യുമെൻ്ററികളും ആൽബങ്ങളും ഒക്കെ ചിത്രീകരിക്കുകയാണ്. ബിനു പ്രവാസ ലോകത്തു നിന്നുള്ള അനുഭവങ്ങളാണ് ബിനു കഥകളാക്കി നമുക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. സ്വാഗതം ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഗൾഫിലെ തിരക്കിട്ട ജോലി, അതിനിടയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. ഒരുപാട് ആൽബങ്ങളും ഡോക്യുമെൻ്ററികളും ചെറിയ ഷോർട്ട് ഫിലിമുകളും ഒക്കെ ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് കിട്ടിയ ജീവിത യാഥാർത്ഥ്യങ്ങൾ അതാണോ ഇത്തരം കലാപരമായ കാര്യങ്ങൾക്കൊക്കെ പ്രചോദനമായത്? എന്താണ് ഇങ്ങനെ ഒരു ചിന്ത? തീർച്ചയായിട്ടും അതെ. ഞാൻ 12 വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്നു. ഞാൻ അതിനു മുമ്പൊന്നും എഴുതുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദുബായിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അവിടുത്തെ ജീവിതാനുഭവങ്ങളാണ് തീർച്ചയായിട്ടും എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചത്. അവിടെ നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാഴ്ചകളായിരിക്കും. കാരണം അവിടെ ജീവിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആളുകളും പറയുന്ന വാക്കും അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നാടിനെ കുറിച്ചുള്ള നൊസ്റ്റാൾജിയ, അല്ലെങ്കിൽ അവർക്ക് മിസ്സാവുന്ന കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കും. ബിനുവിൻ്റെ ഷോർട്ട് ഫിലിമുകളിലും ആൽബങ്ങളിലും ഒക്കെ അത്തരം കാര്യങ്ങളാണോ പ്രമേയമായി വന്നത്? അതെ, കൂടുതലും ഞാൻ നൊസ്റ്റാൾജിയ ആ സബ്ജക്റ്റാണ് എഴുതുക. അല്ലെങ്കിൽ പ്രവാസത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ, അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഞാൻ കൂടുതലും എഴുതാറും പ്രദർശനം യോഗ്യമാക്കുന്ന ഷോർട്ട് ഫിലിമുകൾ, മ്യൂസിക് ആൽബംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു കൂട്ടുകാർക്കിടയിലുള്ള സജീവമായ ചർച്ചകളാണ് പിന്നീട് ഇങ്ങനെ ഉള്ള എഴുത്തിലേക്കും ഒക്കെ വഴിവെച്ചത് എന്ന് അറിയുകയുണ്ടായി. അങ്ങനെ നിങ്ങൾ കൂട്ടുകാർക്കിടയിലുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻസ്, അതൊക്കെ എത്രത്തോളം ഇങ്ങനെയുള്ള ആൽബങ്ങളും ഒക്കെ ചിത്രീകരിക്കുന്നതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഞങ്ങൾക്ക് ദുബായ് കഫേ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ ദുബായ്. ഞങ്ങളൊരു 2 വർഷമായിട്ട് ഞങ്ങൾക്ക് എല്ലാവരും അറിയാം. ഞങ്ങൾ എല്ലാ വീക്കെൻഡിലും ഒത്തുചേരും. അപ്പോൾ ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പിൽ തന്നെ ടാലൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരുണ്ട്, എഡിറ്റേഴ്സ് ഉണ്ട്, ക്യാമറമാൻ ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന്. കാരണം ഹോളിഡേയ്സിൽ മാത്രം ഞങ്ങൾ ഗ്രൂപ്പ് ഒത്തുചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഇതാണ്. അങ്ങനെയാണ് ഞാൻ അവരെ ലീഡ് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യം ആൽബംസാണ് ചെയ്തത്, പിന്നെ ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോൾ അതൊക്കെ പല രീതിയിലും അംഗീകാരങ്ങളൊക്കെ നേടിത്തരികയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഗുബൂസ് എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്യാനിടയായത്. അത് കൂട്ടുകാരുടെ എല്ലാവരുടെയും കൂടെയുള്ള ഒരു ശ്രമം? അതെ അതെ, ഇത് ദുബായ് കഫേയുടെ ഒരു കളക്റ്റീവ് എഫേർട്ടാണ് ഗുബൂസ് എന്ന് പറഞ്ഞ ആൽബം. അത് എൻ്റെ ലിറിക്സ് എഴുതിയത് ഞാനാണ്, മ്യൂസിക് ചെയ്തത് ഞാനാണ്. എൻ്റെ ഒരു ദുബായ് കഫേ തന്നെയുള്ള ഒരു ലിജേഷ് ഗോപാൽ എന്നൊരു സുഹൃത്താണ് അത് പാടുകയുണ്ടായത്. അത് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലൊക്കെ വളരെ അധികം പോപ്പുലർ ആണ് പാട്ട്. കാരണം വിദേശ മലയാളികളാണെങ്കിലും അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്ന ആർക്കാണെങ്കിലും കുബൂസ് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു സാധനമാണ്. അതെ, അതിലൂടെ എന്തെങ്കിലും ഒരു മെസ്സേജ് പറയുന്നുണ്ടോ? അതോ? അതെ, ഗുബൂസിലൂടെ ഒരു മെസ്സേജ് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ഗുബൂസ് പ്രവാസികളുടെ ദേശീയ ഭക്ഷണമാണെന്ന് പറയും. അങ്ങനെ ഒരു വിശേഷണമുണ്ട് ഗൾഫ് നാടുകളിൽ. ഒരിക്കലെങ്കിലും ഗൾഫിൽ വന്നു പോയ ഒരാൾ ഗുബൂസ് കഴിക്കാതിരുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഗുബൂസ് പ്രത്യേകിച്ചും അത് ആദ്യം കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ അതിനകത്ത് ഗുബൂസ് സ്ഥിരം കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് അവിടെ പ്രവാസികൾക്ക്. അവരെ ഒരുപക്ഷെ 10-14 മണിക്കൂർ ജോലി ചെയ്തതിനു ശേഷം വീട്ടിലെത്തി കഴിയുമ്പോൾ അവർക്ക് കുക്ക് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത ഷോപ്പിൽ പോയിട്ട് ഗുബൂസ് വാങ്ങിയിട്ട് കഴിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അത് 3 നേരം കഴിക്കേണ്ടി വരുന്ന അവസ്ഥ. അത് പ്രവാസിയുടെ ഒരു ദുരിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അത് ചില ആൾക്കാർക്ക് അങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഒരു പ്രചോദനം കൊണ്ടാണ് ഞാൻ ഗുബൂസ് എന്ന് പറഞ്ഞാൽ ഇത് എഴുതാൻ കാരണം. പ്രത്യേകിച്ച് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് വെറുതെ തമാശയ്ക്ക് ചോദിച്ചു. അദ്ദേഹം രാജാ രവിവർമ്മ കുടുംബാംഗമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലക്ഷ്മൺ വർമ്മ എന്നാണ്. തമാശയ്ക്ക് ചോദിച്ചതാണ്, നീ ഒരു ഗുബൂസിനെ കുറിച്ച് നിനക്കൊരു ആൽബം എഴുതി, ഒരു കവിത എഴുതിക്കൂടെയെന്ന്. അങ്ങനെ ഞാൻ ആ കവിത എൻ്റെ ബ്ലോഗിൽ എഴുതിയിടുക ചെയ്തത്, പ്രവാസിയുടെ പിണ്ണാക്ക് എന്നുള്ള പേരിൽ. ആ കവിത ബ്ലോഗ് മീറ്ററിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റീഡ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഗുബൂസ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് പ്രവാസികൾ ഗൂഗിളിൽ തിരയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ കവിത പാട്ട് രൂപത്തിലാക്കാനായിട്ട് എനിക്ക് പ്രേരണയുണ്ടായത്. അത് ഞാൻ വരികളിൽ തന്നെ അതിന്റെ ഒരു അവസ്ഥയും പറയുന്നുണ്ട്. അതെ, രാവിലെയും കഴിക്കാം, വൈകിട്ട് കട്ടന്റെ കൂടെയും, രാത്രി പരിപ്പിന്റെ കൂടെയും കഴിക്കുന്നുണ്ട്. അതെ, അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പ്രവാസിയുടെ ഒരു പിണ്ണാക്ക് പോലെയാണ്. കാരണം 3 നേരവും പശുക്കൾക്ക് കൊടുക്കില്ലേ, 3 നേരവും പിണ്ണാക്ക് തന്നെ ഒരേ സാധനം. അത് തന്നെയാണ് പ്രവാസിയും അത് 3 നേരം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അത് പറയുന്നത് പ്രവാസി പിണ്ണാക്ക് എന്ന് പറയുന്ന കാര്യം. എന്തായാലും നമുക്ക് അതിന്റെ വിഷ്വൽ ഒന്ന് കണ്ടതിന് ശേഷം സംസാരിക്കാം. നിന്നെ കൂടാതില്ലല്ലോ ഈ മണലാരണ്യത്തിലൊരു ദിനം,
നിന്റെ അമ്പിളി വട്ടത്തിൽ നീ മയക്കും നിനക്കും ഋതുക്കളില്ല, ഋതുഭേദങ്ങളില്ല. നിനക്കു പണ്ഡിതനില്ല, പാമരനില്ല. നിനക്കു വില്ലകളില്ല, പഞ്ചനക്ഷത്രമില്ല. നിനക്കു വർഗങ്ങളില്ല, ഭാഷക്കാരില്ല. നിനക്കു വകഭേദങ്ങളുമില്ല. കുപ്പൂസേ, നീയാണ് പ്രവാസിയുടെ സോഷ്യലിസ്റ്റ് ഭോജനം. ജീവിതം ഹോമിക്കും ഈ പ്രവാസത്തൊഴുത്തിലെ ജീവനെ നിലനിർത്തും പ്രവാസി പിന്നാക്കുനീ. ജീവിതം ഹോമിക്കും ഈ പ്രവാസത്തൊഴുത്തിലെ ജീവനെ നിലനിർത്തും പ്രവാസി പിന്നാക്കുനീ. മറ്റുള്ള ആൽബങ്ങളൊക്കെ തന്നെയും ഇങ്ങനെ എന്തെങ്കിലും സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ട് എഴുതിയത് തന്നെയാണോ, അതോ എപ്പോഴും ആൽബങ്ങളിലൂടെ നമ്മൾക്ക് അത്തരം മെസ്സേജുകൾ കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് പ്രണയം, വിരഹം ഒക്കെയാണ് ആൽബങ്ങൾക്ക് വിഷയമായി കണ്ടിട്ടുള്ളത്. അതെ, ഇതിനു മുമ്പ് ഞാനൊരു ഒരു പാട്ട് ചെയ്തിരുന്നു. അത് പ്ലേബാക്ക് സിംഗർ സിത്താരയാണ് പാടിയത്. അതൊരു താരാട്ട് പാട്ടാണ്. എന്തുകൊണ്ടും അതും ഒരു പ്രവാസി റിലേറ്റഡ് ആണ്. ഒരു മുത്തശ്ശി, കേരളത്തിലുള്ള ഒരു മുത്തശ്ശി വിദേശത്ത് താമസിക്കുന്ന ഒരു ചെറുമകന് മൊബൈൽ ഫോണിലൂടെ താരാട്ട് പാടിക്കൊടുക്കുന്ന ഒരു സോങ് ആണ് ഞാൻ ചെയ്തത്. പ്രത്യേകിച്ചും പ്രവാസ ലോകത്ത് ജീവിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും താരാട്ട് കേൾക്കാൻ അവസരം ഉണ്ടാവാറില്ല. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ആ സോങ് ക്രിയേറ്റ് ചെയ്തത്. അത് പ്ലേബാക്ക് സിംഗർ സിത്താരയാണ് പാടിയത്. ചാഞ്ഞുറങ്ങുണ്ണി ചരിഞ്ഞുറങ്ങും എന്നുള്ള പാട്ടാണ്. അത് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസരം ഉണ്ടായിരുന്നു. പിന്നീട് ചെയ്ത് കപ്പ ടി വിക്ക് വേണ്ടിയിട്ട് ഒരു സോങ് ആണ് ചെയ്തത്. അതൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. ആ കോമ്പറ്റീഷനിൽ എനിക്ക് തോന്നുന്നു ലോകത്തിലുള്ള മലയാളികളുടെ ഇടയിൽ നിന്നുള്ള മത്സരമായിരുന്നു. 12,000 എൻട്രികളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഞാൻ ചെയ്ത ആൽബത്തിനാണ് 3ാം സ്ഥാനം നേടിയത്. അത് അവരൊരു തീം തന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു സോങ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് 10 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുക, നമ്മൾ ലിറിക്സ് എഴുതുക, അത് കമ്പോസ് ചെയ്യുക, ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അതെല്ലാം മൊബൈൽ ഫോണിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് എനിക്ക് കിട്ടുന്നത് 2 ദിവസമേ ഉള്ളൂ. ഫ്രൈഡേ സാറ്റർഡേ മാത്രമേ എനിക്ക് അവധിയുള്ളൂ. ആ ഒരു ദിവസം കൊണ്ട് എനിക്ക് സോങ് ക്രിയേറ്റ് ചെയ്യേണ്ട, അങ്ങനെ ചെയ്തിട്ടാണ് ആ പർട്ടിക്കുലർ ആ പീരീഡിൽ നിന്നിട്ട് ചെയ്തിട്ടാണ് എനിക്ക് 3ാം സ്ഥാനം നേടേണ്ടത്. വളരെ നല്ലൊരു അംഗീകാരമാണ് എനിക്ക്. തീർച്ചയായും അത് വളരെ നല്ലൊരു അംഗീകാരം തന്നെയാണ്. അത്രയും ഷോർട്ട് സ്പാൻ ടൈമിനുള്ളിൽ നിന്നുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. എന്തിലാണ് ബിനു വർക്ക് ചെയ്യുന്നത്? ഞാൻ ഷാർജ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്, അറ്റ്കിൻസ് എന്നാണ് കമ്പനിയുടെ പേര്. ഞാനവിടെ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്താണ് അതിന്റെ പ്രോഡക്ട്സ്? എന്താ? ഞങ്ങൾ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയാണ്. ഓയിൽ റിഫൈനറികളുടെ ഡിസൈൻസ് ഉണ്ടാക്കുന്ന കൺസൾട്ടൻസ് ആണ് അവർ. ഓക്കെ, അപ്പോൾ എന്ത് ഡിസൈൻസ് അവിടെ ഉണ്ടാക്കുക? ഞാൻ പ്രോസസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് സത്യപ്രകാശ് എന്ന ഒരാളാണ്. പിന്നെ മണികണ്ഠൻ എന്ന് പറഞ്ഞ 2 പേര്. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഈ അംഗീകാരം നേടുത്തുന്ന ഈ മേഖലയായിരുന്നു യാതൊരു ബന്ധമില്ല. ജോലിക്കിടയിൽ ഇതൊന്നും ചിന്തിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. ഫ്രൈഡേ സാറ്റർഡേ ഹോളിഡേ ഉണ്ട്. ആ സമയത്ത് മാത്രം ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ സുഹൃത്തുക്കളുടെ സഹായമുണ്ട്. ഒബ്സർവേഷൻസ് ധാരാളം വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇത് നമ്മൾ പറയുന്ന പോലെ പഠിച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ടൈം ബൗണ്ട് ആയിട്ട് ഉണ്ടാക്കാനോ കഴിയുന്ന ഒരു സാധനമല്ല. ഇത്തരം സൃഷ്ടികൾ എന്ന് പറയുന്നത് ഒരുപാട് ഒബ്സർവേഷനിലൂടെ അനുഭവത്തിലൂടെയൊക്കെ ഉണ്ടായി വരുന്ന ഒന്നാണ്. അപ്പോൾ ഈ ആ ജോലിക്കിടയിൽ ആ 4 ചുവരുകൾക്കുള്ളിലാണ് ആഴ്ചയിലെ അധികം ദിവസവും 5 ദിവസവും അതിനകത്താണ്. ബാക്കിയുള്ള 2 ദിവസങ്ങൾ കൊണ്ട് കാണുന്നത്, അനുഭവിക്കുന്നത്, അറിയുന്നത്, നിങ്ങളുടെ ചർച്ചകളിൽ വരുന്നത് ഒക്കെയാണ് വിഷയമാവുന്നത്. അങ്ങനെ വന്ന ഒന്നാണോ നോ എൻട്രി? അതെ, നോ എൻട്രിയും അതുപോലെ തന്നെയാണ്. അത് പ്രത്യേകിച്ചും കൊച്ചി നഗരത്തിൽ വന്നിറങ്ങുന്ന 2 യുവാക്കളുടെ കഥയാണ് നമ്മൾ പറയുന്നത്. സ്ട്രേഞ്ചറായ 2 യുവാക്കൾ അർദ്ധരാത്രി കൊച്ചി നഗരത്തിൽ എത്തിയതിനു ശേഷം അവർ പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷെ ഒരാൾ ചൂസ് ചെയ്യുന്ന വഴി നേരായ വഴിയാണ്, മറ്റൊരാൾ ചൂസ് ചെയ്യുന്ന വഴി തെറ്റായ വഴിയാണ്. അപ്പോൾ നേരായ വഴി സഞ്ചരിക്കുന്ന ആൾ സഞ്ചരിക്കുന്ന റോഡുകളിലെല്ലാം ട്രാഫിക് സൈൻസ് എല്ലാം പോസിറ്റീവാണ്, സ്ട്രെയിറ്റ് സിഗ്നൽസ് ആണ്. തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുടെ ട്രാഫിക് സൈൻസ് എല്ലാം നോ എൻട്രി ആണ്. അപ്പോൾ നോ എൻട്രിയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കുണ്ടാവുന്ന ദുരന്തവും സ്ട്രെയിറ്റായ വഴിയിലുണ്ടാകുന്ന ആൾക്കുണ്ടാകുന്ന ഉയർച്ചയുമാണ് ഷോർട്ട് ഫിലിം പറയുന്നത്. ഒരു ദിവസം കൊണ്ട് 24 hours കൊണ്ട് ഉണ്ടാകുന്ന ആ വ്യത്യാസം
രണ്ടുപേർക്കും ഉണ്ടാകുന്ന വ്യത്യാസം, നോ എൻട്രിയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കും മറ്റാൾക്കും ഉണ്ടാകുന്ന ആ ദുരിതങ്ങളും ഉയർച്ചയും കാണിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന മെസ്സേജ് ഇതാണ്, നോ എൻട്രി ടു ദ ക്രൈം എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കരുത്. ആ ഷോർട്ട് ഫിലിമാണ് എനിക്ക് ലോഹിതാസിൻ്റെ തിരക്കഥാ പുരസ്കാരത്തിൽ അവസാന 10 തിരക്കഥകളും അത് ലോഹിതാസിൻ്റെ പേരിൽ ഇറങ്ങുന്ന പുസ്തകത്തിൽ ഒരു സ്റ്റോറി എൻ്റെയാണ് നേടിത്തരുണ്ടായിരുന്നു. അതാണ് അത് വളരെ നല്ല വിജയങ്ങൾ എല്ലാം ഈ ബിനുവിൻ്റെ എല്ലാ വർക്ക്സിനും കിട്ടിയിട്ടുണ്ട്. ഈ നോ എൻട്രി എന്തുകൊണ്ട് ഒരു ദൃശ്യാവിഷ്കാരത്തെ പറ്റി ചിന്തിച്ചില്ല? നോ എൻട്രി ഷൂട്ട് ചെയ്യേണ്ടത് കൊച്ചിയിലാണ്. ഞാൻ ഷോർട്ട് പീരീഡിലാണ് കൊച്ചിയിൽ എത്താറ്. ഞാൻ 10 ദിവസം അങ്ങനെയുള്ള അവധി ദിവസങ്ങളിലാണ് എത്താറ്. 10 ദിവസം കൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഇതുണ്ടാവില്ല. ഏതെങ്കിലും സുഹൃത്തുക്കളുടെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപക്ഷെ അത് നോ എൻട്രി പിക്ചറൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞാൻ തുടങ്ങുന്നുണ്ട്. അത് കുറച്ച് ഒരു ഇന്റർനാഷണൽ ഒരു സബ്ജക്റ്റാണ്, ഇന്റർനാഷണൽ എടുത്തിരുന്ന സബ്ജക്റ്റാണ് അത്. മറ്റ് പ്രോജക്റ്റുകൾ ഒക്കെ എങ്ങനെയായിരുന്നു? അതിനെന്തെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? എനിക്ക് ഭാരതൻ മെമ്മോറിയൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഡയറക്ടറുള്ള സമ്മാനം നേടിത്തരുകയുണ്ടായിരുന്നു. എൻ്റെ എയർ ടിക്കറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം. അത് പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ നാട്ടിലെത്താൻ അവസ്ഥയുണ്ടാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഒരുപാട് പേരുണ്ട്. അത് കണ്ടതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കൾ പറയേണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനത്തെ അവസ്ഥയുണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ മക്കൾ മരിക്കുക, അല്ലെങ്കിൽ അമ്മ മരിക്കുക, അല്ലെങ്കിൽ ഉറ്റവരോ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അവർക്ക് ലീവ് കിട്ടാതെ വരിക, അല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടാതെ വരിക, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാതെ വരിക, അതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്, 5 മിനിറ്റ്സിൻ്റെ ഒരു ഷോർട്ട് ഫിലിമാണ് എയർ ടിക്കറ്റ്. ആ ഷോർട്ട് ഫിലിമിനാണ് എനിക്ക് ബെസ്റ്റ് ഡയറക്ടറിന് സമ്മാനം നേടിയത്. അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാനാണ് എഴുതിയിരുന്നത്. എന്തായാലും ഭരതൻ ഓർമ്മയായി ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ആഘോഷിക്കേണ്ടേ, അദ്ദേഹം വിട പറഞ്ഞിട്ട് 16 വർഷങ്ങളായി. ആ സമയത്താണ് നമ്മളിത് സംസാരിക്കുന്നത് എന്നുള്ളതൊരു കോയിൻസിഡൻസ് കൂടിയാണ്. ഇനി എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഇതുപോലെ മനസ്സിലുണ്ടോ? എന്താണ് ഭാവി പരിപാടികൾ? ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ദുബായ് കഫേയുടെ പേരിൽ 5 മിനിറ്റ്സിൻ്റെ ഷോർട്ട് ഫിലിംസ് ആണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെയുള്ള മീഡിയ ഒരുപാട് പോപ്പുലറായ സ്ഥിതിക്ക് ഞങ്ങൾക്ക് 5 മിനിറ്റ്സിൻ്റെ ഷോർട്ട് ഫിലിമിന് ഒരു സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് റിലേറ്റഡ് ആയ സബ്ജക്ട്സ് പറഞ്ഞുകൊണ്ടുള്ള 5 മിനിറ്റ്സിൻ്റെ ഷോർട്ട് ഫിലിം കൂടുതലായി. പിന്നെ ഞങ്ങൾ സിനിമ ചെയ്യാനുള്ള പ്ലാനും ചെയ്യുന്നുണ്ട്. ദുബായ് കഫേയുടെ പേരിൽ തന്നെ സിനിമ ചെയ്യാനുള്ള. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം പുതിയതായിട്ട് സിനിമയിലേക്ക് മുന്നോട്ട് വരാനാണ്. എന്തായാലും വലിയ മാനങ്ങൾ മുന്നിലുണ്ട്. അത് തേടിയുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ ചുരുങ്ങിയ സമയവും ഇങ്ങനെ ഫലപ്രദമായി ഒരു വളരെ നല്ലൊരു സൗഹൃദ കൂട്ടായ്മയിലൂടെ നല്ല കലാസൃഷ്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങളുടെ എല്ലാ ശ്രമങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ജോലിയിലും ഉയർച്ചകൾ ഉണ്ടാവട്ടെ. ഇനിയും നല്ല സൃഷ്ടികളുമായി അടുത്ത വരവിൽ, ഇപ്പം നാളെ തിരിച്ചു പോകാനിരിക്കുകയാണ്, അപ്പോൾ അടുത്ത വരവിൽ നമുക്ക് വീണ്ടും നല്ല സൃഷ്ടികളുമായി വീണ്ടും സംസാരിക്കാൻ കഴിയട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.